ഹായ് ഫ്രണ്ട്സ്, സ്പൈസസ് ആൻഡ് ട്രാവൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇഡ്ഡലിയുടെയും ദോശയുടെയും ഒക്കെ കൂടെ കഴിക്കാനായിട്ട് നല്ലൊരു ചമ്മന്തിപ്പൊടി, അതാണ് ഇന്ന് നമ്മുടെ വീഡിയോ. അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് ഉഴുന്ന് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 3 ടേബിൾ സ്പൂണോളം സാമ്പാർ പരിപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ പുഴുക്കലരി അതുകൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നല്ലവണ്ണം ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം. അതിനായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലവണ്ണം ഒന്ന് കഴുകിയെടുക്കാം. ഒത്തിരി നേരം വെള്ളത്തിലിട്ട് കുതിർത്ത് കളയരുത്. ജസ്റ്റ് ഒന്ന് കഴുകി ഒരരിപ്പയിലേക്ക് നമുക്ക് ഊറ്റി എടുത്ത് വെക്കാവുന്നതാണ്. വെള്ളം മുഴുവനായിട്ടും വലിഞ്ഞു പോകണം. ഞാനിപ്പോൾ കുറച്ച് നേരം ഒന്ന് വെയിൽ കൊള്ളിച്ചിട്ടുണ്ട്, അപ്പോൾ അതൊന്ന് ഡ്രൈ ആയി കിട്ടും. അപ്പോൾ നമുക്ക് വറുത്തെടുക്കാനായിട്ട് കുറച്ചുകൂടി എളുപ്പമായിരിക്കുമേ. ഇനി ഞാൻ ഇത് ഒരു ചുവട് കട്ടിയുള്ള ഒരു പാനിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തേക്കിട്ട് ഇതൊന്ന് വറുത്ത് എടുക്കണം. ആദ്യം നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് പാൻ ചൂടായി കഴിഞ്ഞാൽ പിന്നെ മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം ഇത് വറുത്ത് കോരാനായിട്ട്. ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് വറുത്ത് കഴിഞ്ഞാൽ കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ തന്നെ വറുത്ത് കോരാനായിട്ട് ശ്രദ്ധിക്കണേ. ഇപ്പോൾ ഇതൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ചൂടായി വന്നു കഴിഞ്ഞാൽ മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് ഇതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 3 അല്ലി വെളുത്തുള്ളിയാണ് ചേർത്തത്. അത് കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലേക്ക് 1 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. 8 വറ്റൽ മുളക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവ് കൂടുതലായി വേണമെന്നുള്ളവർക്ക് മുളകിൻ്റെ എണ്ണം കൂടുതൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. കാശ്മീരി മുളകാണ് ചേർക്കുന്നതെങ്കിൽ കുറച്ചുകൂടി കളറ് ചമ്മന്തിപ്പൊടിക്ക് കിട്ടുന്നുണ്ട്. ഇനി ഇത് എല്ലാം കൂടി നല്ലവണ്ണം ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്ത് നല്ലവണ്ണം ഒന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കണേ. ഉഴുന്ന് ഒരു റെഡ് കളർ ആകുന്നത് വരെ ഈ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഉഴുന്നിൻ്റെ നിറം ഒന്ന് റെഡ് കളറായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഒന്ന് നല്ലവണ്ണം ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതൊന്ന് ചൂടാറാനായിട്ട് വെക്കേണ്ടതുണ്ട്. ഇനി നമുക്കിതിലേക്ക് കായപ്പൊടി ചേർത്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. 1/2 ടീസ്പൂണോളം കായപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂണോളം ഉപ്പും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് നമുക്ക് നോക്കിയിട്ട് പാകത്തിന് വേണമെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കിത് ഒരു മിക്സിയുടെ ജാറിലേക്കിട്ട് പൊടിച്ചെടുക്കാം. ജാറിൽ ഒട്ടും വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവാൻ പാടില്ല. നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കണേ. ഇനി നമുക്കത് പൊടിച്ചെടുക്കാം. ഇപ്പോൾ ദേ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. നല്ലൊരു ഫൈനായിട്ടുള്ള പൗഡറാണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത്. ഞാനിത് 2 ആയിട്ടാണ് പൊടിച്ചെടുത്തിട്ടുള്ളത്. നല്ലവണ്ണം പൊടിച്ചതിന് ശേഷം നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതിൻ്റെ ചൂട് പൂർണ്ണമായിട്ടും പോയതിന് ശേഷം നമുക്കിതൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിനകത്തേക്ക് ഇട്ട് സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. നനവൊന്നുമില്ലാത്ത സ്പൂൺ കൊണ്ട് വേണം ചമ്മന്തിപ്പൊടി എടുക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഒത്തിരി നാൾ നമുക്കിത് യൂസ് ചെയ്യാനായിട്ട് കഴിയും. അപ്പോൾ എല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യൂ. ആദ്യമേ കാണുന്നവർ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യാൻ മറക്കല്ലേ. താങ്ക്